കിട്ടണം. ഇത് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഈ പൈസ ഇല്ല, പൈസ കിട്ടാനില്ല, പൈസ കിട്ടാതാകുമ്പോൾ കളവ് മോശമൊക്കെ ചെയ്യും. അതല്ല ചോദിച്ചേ ഈ MDMA സാധനം ഉപയോഗിക്കാൻ ഫസ്റ്റിൽ ആരെ കൂടെ കൂടിയിട്ട് സംഭവിച്ചത്, എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതെന്നുള്ള അറിയാം. ബിലാൽ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ കൂടെ തുടങ്ങിയതാണ്. അവന് കൊച്ചിയിലുള്ള എറണാകുളത്ത് അവൻ്റെ കൂടെ തുടങ്ങിയതാണ്. പക്ഷേ അവൻ കുറച്ച് തന്നു. എന്താ പറയുക, ഞങ്ങൾ ഉപയോഗിച്ച് രണ്ടാളും കൂടെ ഒരു ലൈവ് വരച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് അതിലെന്തോ നല്ലൊരു എക്സൈറ്റിംഗ് മൂഡായി. പിന്നെ സ്മോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്. പിന്നീട് കിട്ടാണ്ടായി കഴിഞ്ഞിട്ട് അപ്പോൾ വാപ്പനെ അടിക്കാൻ പോയി. വാപ്പനെ അടിക്കാൻ പോയി? അത് എനിക്ക് പൈസ വെച്ചിട്ട് തന്നില്ല, ഇത് വാങ്ങാൻ വേണ്ടി. അപ്പോൾ തലക്കടിച്ച എനിക്ക് വാപ്പാന്റെ കൈക്കോടെ തലപ്പി അടിച്ച് വാപ്പാന്റെ പേടിപ്പിച്ചാണോ? അടിച്ചെന്നല്ല ആളുകൾ പറഞ്ഞത്. പേടിപ്പിച്ചിട്ടുള്ളൂ. അവരിപ്പോൾ പൈസ എനിക്ക് തരലില്ല. പൈസ പോക്കറ്റ് മണി. അപ്പം അതിന് വേണ്ടി അടിച്ചാണ്. ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്താ തോന്നല്? വലിച്ചു കഴിഞ്ഞാൽ തോന്നില്ല, നല്ലൊരു പവർ. നമ്മൾ മ്യൂസിക് കേൾക്കുക, അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ്. ഞാൻ എന്ത് തോന്നല്, MDMA ഉപയോഗിച്ചാൽ എനിക്ക് ഉറക്കം കിട്ടും ശരിക്കും. MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറക്കുണ്ടാവില്ല, ശരിയാണ്. പക്ഷെ അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭ്രാന്തന്മാരെ പോലെ അവസ്ഥ. കുറേ കാലം നമുക്ക് ഉറക്കുണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ മൂഡിൽ ഞാൻ 1995 ആണ്. ആ കാലത്ത് ഞങ്ങൾ കഞ്ചാവ് ഉപയോഗമായിരുന്നു. എനിക്ക് MDMAനേക്കാളും ഇഷ്ടം കഞ്ചാവാണ്. ഞാൻ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. MDMA വേണ്ട, അതിനുള്ള വെറുപ്പാണ്. ഇപ്പം എന്താ എൻ്റെ താന്തൂർ പോലീസ് ഇടപെട്ടിട്ട് ഇപ്പോൾ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ സാറ് എനിക്ക് എൻ്റെ ഭാവിയിലേക്കാണ് എനിക്ക് ഉയർന്നു പോകണം. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിർത്താൻ ഇഞ്ചും കൂടി സമ്മതിക്കണം, അപ്പോഴാണ് നിൽക്കുള്ളൂ. ഞാനതിന് തുടങ്ങിയിട്ടില്ല നിർത്താൻ. ഇന്ത്യയിൽ അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം താനൂരിൽ MDMA വാങ്ങാൻ പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിൻ്റെ വാക്കുകളാണിപ്പോൾ കേട്ടത്. തൻ്റെ ജീവിതം തകർന്നതിനെക്കുറിച്ച്, ഒരു ഭ്രാന്തനെ പോലെ ആയ അവസ്ഥയെക്കുറിച്ച് ഈ യുവാവ് പോലീസിനോട് വിവരിക്കുന്നുണ്ട്. ഇതിനുശേഷം പോലീസ് തന്നെ ഇടപെട്ട് യുവാവിനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലഹരിക്കടിമകളായ യുവാക്കൾ സ്വന്തം വീട്ടിലും നാട്ടിലും ഭീതി വിതയ്ക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ തന്നെ ലഹരി സംഘങ്ങൾ ഒരു വ്യാപാരിയെ ആക്രമിച്ച വാർത്ത. തിരുവനന്തപുരത്ത് DYFI പ്രവർത്തകനെ ലഹരി മാഫിയ സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവം. അങ്ങനെ നിരവധി വാർത്തകളാണ് ഈ പകൽ തന്നെ, ലഹരിയുടെ അപകടത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ഈ പകൽ തന്നെ പുറത്തു വന്നത്. നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? മറ്റുള്ളവരെ ഭീതി വിധിക്കുന്നതിനൊപ്പം തന്നെ സ്വയം ജീവിതം തകരുന്ന നിരവധി യുവാക്കളുമുണ്ട്, ലഹരിക്കടിമകളായ യുവാക്കൾ. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘാംഗങ്ങൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. 2 മാസത്തിനിടെ 9 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേർ മലയാളികളും 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക സ്ഥിരീകരിച്ചു. TG സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ലഹരിമരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് HIV പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ. നമുക്കറിയാം, ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജില്ലയിൽ തന്നെ, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരേ സമയം 9 പേർക്ക് HIV സ്ഥിരീകരിക്കുന്നു. അതെല്ലാം ലഹരി സംഘത്തിൽപ്പെട്ടവരാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന വഴി, ഈ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിക്കുന്ന വഴി തന്നെയാണ് HIV ബാധ പിടിപെട്ടത് എന്ന് തന്നെയാണോ ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ? സജിത്ത്. യെസ് ടോം, വളരെ പ്രാധാന്യമുള്ള വാർത്തയാണ് എന്ന് മാത്രമല്ല ഏറെ ഗൗരവമുള്ള ഇനിയും പഠനങ്ങളും കൂടുതൽ ജാഗ്രതയുള്ള നീക്കങ്ങൾ നടത്തേണ്ട ഒരു വാർത്ത കൂടിയാണ് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും പുറത്തു വരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ 10 പേർക്കാണ് ഈ HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഒരാളിൽ HIV ബാധ കണ്ടെത്തുകയും പിന്നീട് നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ഈ 10 പേരിലേക്കും എത്തിയത്. ഈ 10 പേർക്കും സമാനമായ ബന്ധങ്ങളുണ്ടായിരുന്നു. അത് ലഹരി ഇടപാടുകളായിരുന്നു. ലഹരി ഉപയോഗിക്കാൻ
കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചാണ്. ആ സിറിഞ്ച് വഴിയാണ് ഈ ബാധ വൈറസ് പകർന്നത് എന്നതാണ് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടുന്നു, ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് ആളുകളും ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ചിത്രം. അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. നമുക്ക് ഈ പരിശോധനയിലേക്ക് എത്തിയ വഴി തന്നെ ഏറ്റവും സങ്കീർണമാണ്. കാരണം സംസ്ഥാനത്തെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കുറേ നാളുകളായി സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധ സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടയിലാണ് ഈ ലഹരി ഉപയോഗ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് അവിടെ ഈ ലഹരി ഉപയോഗം HIV ബാധയ്ക്കിടയാക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരിയിലുള്ള ഒരാളിൽ ഈ HIV വൈറസ് പോസിറ്റീവ് കണ്ടെത്തുന്നത്. പക്ഷേ തുടർന്ന് നടത്തിയ പല പരിശോധനകളിലുമാണ് 10ഓളം പേരിൽ ഈ HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു എന്നതാണ് സാഹചര്യം ഉണ്ടായത്. അതായത് ലഹരി കുത്തിവെക്കാൻ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു, അതുവഴിയാണ് പകർന്നത്. നമുക്കറിയാം സംസ്ഥാനത്ത് HIV ബാധ പടരുന്നതിൻ്റെ വഴികൾ അതിലെ ഏറ്റവും വലിയ സാധ്യതയുള്ള വഴികളിലൊന്നായി ഈ ലഹരി ഉപയോഗം, ഈ സിറിഞ്ച് ഉപയോഗിച്ച് ഒന്നിച്ച് കുത്തിവെക്കുന്നത് കൊണ്ടുള്ള ലഹരി ഉപയോഗം മാറുന്നു എന്ന സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. വളാഞ്ചേരിയിലെ ഈ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ജില്ലകളുടെ അവസ്ഥ എന്തായിരിക്കും? അത് സംബന്ധിച്ച കണക്കെടുപ്പ് കൂടെ നടക്കേണ്ടി വരും. ലഹരി ഉപയോഗ കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച പരിശോധന ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാവാം. സംസ്ഥാനത്ത് 2021 ശേഷം എയ്ഡ്സ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു എന്ന കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലഹരി ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ക്രമാതീതമായ വർധനവാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളുടെയും നമ്മൾ കാണുന്നത് ലഹരി പിടിക്കുന്നു, അതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അക്രമ വിഷയങ്ങളും മറ്റുമാണ് നമ്മൾ പരമാവധി പുറമേക്ക് കാണുന്നത്. പക്ഷേ അതിലും ഗുരുതരമായ രീതിയിലേക്ക് ഇത് സമൂഹത്തെ വ്യാപിക്കുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് വളാഞ്ചേരിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അപകടകരമായ സാഹചര്യമാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് HIV ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇതിനെതിരെ ഏതൊക്കെ രീതിയിലാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഇവിടെ അനിവാര്യമല്ലേ? ഈ യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഒരേ സിറിഞ്ച് കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവർ. ഇതിനെതിരെയൊക്കെ സർക്കാരിൻ്റെ പല പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടോ? ഈ ലഹരിക്കടിമകളായ യുവാക്കൾ ഒന്നിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ, ഒരേ സിറിഞ്ച് കൊണ്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള അസുഖങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇനിയൊരു ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു ഇടപെടലായിരിക്കും ഉണ്ടാവാൻ പോകുക സജിത്ത്? അതായത് സംസ്ഥാനത്ത് ഈ HIV ബാധ, എയ്ഡ്സ് രോഗബാധ നിയന്ത്രണ വിധേയമായിരുന്നു. ബോധവൽക്കരണത്തിലൂടെ, തുടർച്ചയായ ഇടപെടലുകളിലൂടെ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നീക്കങ്ങളിലൂടെ ഒക്കെ സംസ്ഥാനത്ത് HIV ബാധയെ വളരെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് നമ്മുടെ ഇതുവരെയുള്ള ചിത്രം. പക്ഷേ 2021 മുതൽ ഈ ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 2021 മുതൽ HIV ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകുന്നു എന്ന് മാത്രമല്ല, രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതിൽ 20% വരുന്ന ആളുകൾ 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവരാണ്, 25 വയസ്സിനും ഇടയിലുള്ളവരാണ്. അതായത് യുവാക്കളിലേക്ക് HIV ബാധ പടരുന്നു. അതിന് കാരണമാവുന്നതാവട്ടെ ഈ ലഹരി ഉപയോഗം, സിറിഞ്ച് ഉപയോഗിച്ച് കോമൺ ആയി ഉപയോഗിക്കുന്നത് മൂലമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിന് ഇടവെക്കുന്നതും എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനത്ത് 1700ഓളം പേരിൽ പ്രതിവർഷം ഈ HIV ബാധ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു ഏകദേശ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഈ കണക്കിൻ്റെ ബഹുഭൂരിപക്ഷവും യുവാക്കളിലാണ് ഇപ്പോൾ HIV ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന കണക്കാണ് വരുന്നത്. ടോം സൂചിപ്പിച്ച ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി ഈ HIV വളാഞ്ചേരിയിലെ വിഷയം വരുന്നുണ്ട്. ഇതൊരു വെറും ഒരു വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ ആരോഗ്യവകുപ്പിനും കഴിയണം. കാരണം ഇതൊരു വളാഞ്ചേരിയിലെയോ മലപ്പുറത്തെയും കേസ് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും കൂടുതൽ ഗൗരവമുള്ള ബോധവൽക്കരണവും പരിശോധനകളും ആവശ്യമായി വരും. കാരണം ഇത്ര വ്യാപകമായ രീതിയിൽ രോഗബാധ പടരുന്നു എന്ന സാഹചര്യത്തിൽ മുമ്പുണ്ടായതിനേക്കാൾ പുതിയൊരു സാധ്യതയായി ഈ ലഹരി ഉപയോഗം മാറുന്നു എന്നതാണ്. തീർച്ചയായും ഒരേ സ്ഥലത്ത് തന്നെ ഈ രീതിയിൽ വളാഞ്ചേരിയിൽ മാത്രം 9 പേർക്ക്, ലഹരി സംഘത്തിൽപ്പെട്ട 9 പേർക്ക് ഈ HIV ബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ എന്നതുകൂടി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം സജിത്ത്, ഇത് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക്, ഈ യുവാക്കളുടെ കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ HIV ബാധ പടരാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെതിരെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പോ മറ്റോ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടോ?
അതല്ലെങ്കിൽ ഇവരുമായി അടുത്തിടപഴകുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ, പങ്കാളികൾ, അങ്ങനെയുള്ളവരെ പരിശോധിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് പകർന്നിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്തുക, അത്തരമൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഇതുവരെ അത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മന്ത്രി തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത്തരം നീക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ടോം, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ച ഒരു ഉന്നതതല യോഗമുണ്ട്. ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത് എക്സൈസ് വകുപ്പിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും അധികൃതരാണ് പങ്കെടുത്തുകൊണ്ട് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ പദ്ധതി, ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷേ അതിലേക്ക് ഇനി ആരോഗ്യവകുപ്പിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആക്ഷൻ പ്ലാനിൽ ഈ പറയുന്ന സാഹചര്യം കൂടി ഉൾപ്പെടേണ്ടി വരും. അതായത് ലഹരി ഉപയോഗം മൂലം അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന് മൂലമുണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് HIV വ്യാപനം. അത് ഈ രീതിയിൽ ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് രോഗപ്പകർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും ബോധവൽക്കരണവും ഒക്കെ പുതിയൊരു ആക്ഷൻ പ്ലാനായി പ്രഖ്യാപിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ആർജവമുള്ള, വേഗത്തിലുള്ള കൃത്യമായൊരു ഇടപെടൽ വേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടി വരിക ഒരുപക്ഷെ കൂടുതൽ വ്യക്തമായൊരു കണക്ക് ശേഖരണമാവും. അത് ഇപ്പോൾ മലപ്പുറത്തെ കണക്കിനും അപ്പുറം മറ്റ് ജില്ലകളിലും ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാവണം. ഒരുപക്ഷെ എക്സൈസിനും പോലീസിനും മറ്റും സംസ്ഥാനത്തെ ലഹരി ഉപയോഗ വ്യാപന കേന്ദ്രങ്ങൾ സംബന്ധിച്ച ചില കണക്കുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം പരിശോധനകൾ കൂടി നടത്തേണ്ടി വരും എന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റം അത് സ്വാഭാവികമായും സംസ്ഥാനത്ത് പുതിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ലഹരി വ്യാപനത്തിനാവട്ടെ അല്ലെങ്കിൽ HIV ബാധ പടരുന്നതിനാവട്ടെ അത്തരം സാധ്യതകൾ കൂടി ഉണ്ടാവുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വേണ്ടിവരും. യെസ്, വ്യക്തമാണ്. ഏറെ ഗൗരവമുള്ള വിഷയമാണ്. ജാഗ്രത വേണ്ടതാണ്. കാരണം കൂടുതൽ പേർക്ക് HIV ബാധ സ്ഥിരീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ലഹരിക്ക് അടിമകളായ യുവാക്കൾ ഇതുപോലുള്ള അപകടത്തെക്കുറിച്ച് കൂടി തിരിച്ചറിയണം. കാരണം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്, സ്വന്തം കുടുംബാംഗങ്ങൾക്ക് ഭീഷണിയാകുന്നതിനപ്പുറം സ്വയം ജീവിതം നശിപ്പിക്കുന്നു. ഈ രീതിയിൽ HIV ബാധിതരായി ഒരു മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് യുവാക്കൾ, ലഹരിക്ക് അടിമകളായവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടൊപ്പം മലപ്പുറം താനൂരിൽ MDMA വാങ്ങാൻ പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ചൊരു യുവാവിനെ കുറിച്ചുള്ള വാർത്ത നേരത്തെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ ആ യുവാവിൻ്റെ പ്രതികരണം കേൾപ്പിച്ചിരുന്നു. യുവാവിനെ താനൂർ പോലീസ് ഇടപെട്ട് അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാട്ടുകാർ കൈകാലുകൾ കെട്ടിയിട്ടതോടെയാണ് യുവാവ് പരാക്രമം അവസാനിപ്പിച്ചത്. പൊന്നാലിയിൽ പെട്ടിക്കടക്കാരന് നേരെയും ലഹരി സംഘത്തിന്റെ അക്രമമുണ്ടായി. 17കാരനടക്കം 3 പേർ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഈ പൈസ കിട്ടാനില്ല. പൈസ കിട്ടാതാകുമ്പോൾ കളവ് മോശമൊക്കെ ചെയ്യും. അതല്ല ചോദിച്ചേ ഈ MDMA സാധനം ഉപയോഗിക്കാൻ ഫസ്റ്റിൽ ആരും കൂടെ കൂടിയിട്ട് സംഭവിച്ചത് എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതെന്നുള്ള അറിയാം. ബിലാലേറെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ്റെ കൂടെ തുടങ്ങിയതാണ്. അവന് കൊച്ചിയിലുള്ള എറണാകുളത്ത് അവൻ്റെ കൂടെ തുടങ്ങിയതാണ്. പക്ഷേ അവൻ കുറച്ച് തന്നു. എന്താ പറയുക, ഞങ്ങൾ ഉപയോഗിച്ച് 2 ആളും കൂടെ ഒരു ലൈൻ വരച്ച് അങ്ങനെ. അപ്പോൾ എനിക്ക് അതിലെന്തോ നല്ലൊരു എക്സൈറ്റിംഗ് മൂഡായി. പിന്നെ സ്മോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്. ജിഷാദ് വളാഞ്ചേരി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിഷാദ്, ആരും ലഹരിക്ക് അടിമകളാകരുതെന്നും ആ രീതിയിലുള്ളൊരു ഉപദേശം, തൻ്റെ ജീവിതം തകർന്നു എന്നൊക്കെ, ഈ ചികിത്സയ്ക്ക് വിധേയനാകാൻ താൻ തയ്യാറാണെന്നും ഈ യുവാവ് പോലീസിനോട് പറയുന്നുണ്ട്. കാരണം ലഹരി വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ പേരിലാണ് യുവാവ് സ്വന്തം വീട്ടിൽ പരാക്രമം നടത്തുന്നത്. പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിലൂടെയാണ് യുവാവിനെ കീഴ്പ്പെടുത്താനൊക്കെ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ താൻ എന്നാണ് ലഹരിക്ക് അടിമയായത്, പിന്നീട് ജീവിതം കൈവിട്ടു പോകുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ യുവാവ് വിശദീകരിക്കുന്നുണ്ടോ? ജിഷാദ്, താനൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. ലഹരിക്കടിമയായ മകൻ, അതായത് മാതാപിതാക്കളെ ആക്രമിക്കുകയായിരുന്നു. യുവാവിനെ പിന്നീട് പോലീസ് അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന യുവാവാണ് ഇപ്പോൾ അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ലഹരി മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളുമായി വഴക്കിടുകയായിരുന്നു.
പണം നൽകാൻ വിസമ്മതിച്ചതോടെ യുവാവ് മൺവെട്ടി കൊണ്ട് പിതാവിനെ വെട്ടാൻ ശ്രമിച്ചു ആദ്യം. പിന്നീട് അമ്മയെ വെട്ടാൻ, അതായത് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനെ ഇവര് ഉറക്കെ കരയുന്നൊരു ഇതുണ്ടായി. അതുകൊണ്ട് തന്നെ നാട്ടുകാരും യുവാക്കളും അടക്കുന്ന ആളുകൾ യുവാവിന്റെ അടുത്തേക്ക് വന്നു. യുവാവിനെ മൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തി. പിന്നീട് ഇയാളെ കാലുകളും കൈകളും ബന്ധിച്ചു. തുടർന്ന് താനൂർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ തുടർന്ന് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. ഡി അഡിക്ഷൻ സെന്ററിലെ പ്രവർത്തകർ എടുത്ത, അതായത് ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ട്രോമാ കെയർ എടുത്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ യുവാവ് പറയുന്നുണ്ട് ലഹരി തന്റെ ജീവൻ നശിപ്പിച്ചെന്നും താൻ ഈ ലഹരി കാരണം നശിച്ചു പോയെന്നും ഞാൻ ട്രീറ്റ്മെന്റിന് വഴങ്ങുകയാണെന്നും ഒക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ യുവാവ് കൊച്ചിയിൽ കാലങ്ങളായി IT കമ്പനിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഈ അമിത ലഹരി ഉപയോഗം കാരണം യുവാവിന്റെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി, തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം യുവാവിന് ജോലി ലഭിക്കാത്ത സ്ഥിതിയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് മാതാപിതാക്കളോട് ലഹരി വാങ്ങാൻ പൈസ ആവശ്യപ്പെടുന്നത്. ലഹരി വാങ്ങുന്നത് തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നു, പണം നൽകുന്നില്ല. അതിലാണ് ഈ ക്ഷുഭിതനായ യുവാവ് ഈ അച്ഛനെയും അമ്മയെയും പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഈ യുവാവിനെ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുന്നത്. ടോം, യെസ്, ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാരണം മാതാപിതാക്കളെ ആക്രമിക്കുന്നു, അതും ലഹരി വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ വിരോധത്തിൽ പരാക്രമം കാണിക്കുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഇതിനു മുൻപ് വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഇതേ രീതിയിൽ പരാക്രമം കാണിച്ച് മറ്റേതെങ്കിലും കേസുകൾ, ക്രിമിനൽ കേസുകളോ മറ്റോ പ്രതിയാകപ്പെട്ട അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണോ ഈ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയ യുവാവ്? ടോം, യുവാവ് നേരത്തെ അതായത് ഒരു ലഹരി കേസിലോ അല്ലെങ്കിൽ ഒരു അടിപിടിയിലോ പെടാത്ത ഒരാളാണ്. അവിടെ നാട്ടിൽ തന്നെ നല്ല ഒരു വ്യക്തിയാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. തുടർന്ന് ഈ കൊച്ചിയിൽ എത്തിയ സമയത്താണ് യുവാവ് ലഹരിക്ക് അടിമപ്പെടുന്നത്. അവിടുന്നാണ് ഇയാളുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ ജോലി നഷ്ടപ്പെട്ട ശേഷം ഇയാള് നാട്ടിൽ താനൂർ, അതായത് താനൂർ സ്വദേശത്ത് തിരിച്ചെത്തിയതിനു ശേഷം ഇയാൾക്ക് ജോലി ലഭിക്കാത്ത ഒരു സ്ഥിതി, ലഹരി ഉപയോഗിക്കാൻ പണം കണ്ടെത്താൻ എന്തൊക്കെ മാർഗങ്ങളാണോ ആ മാർഗങ്ങളെല്ലാം കണ്ടെത്തുന്ന സ്ഥിതി, അച്ഛനമ്മമാരെ അതായത് പരിക്കേൽപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ യുവാവ് കോഴിക്കോട് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ യുവാവിനെ കോഴിക്കോട്ടിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കേട്ടോ യെസ്, ജിഷാദ്, അതോടൊപ്പം തന്നെ പൊന്നാനിയിൽ ലഹരി സംഘങ്ങൾ ഒരു പെട്ടിക്കട ഉടമയെ ആക്രമിച്ചെന്നൊരു വാർത്ത കൂടി ഉണ്ടല്ലോ. സംഭവത്തിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 17 വയസ്സുകാരനുമുണ്ട്, അതായത് പ്രായപൂർത്തിയാകാത്തൊരു യുവാവുമുണ്ട്. അത് എപ്പോഴായിരുന്നു സംഭവം? ടോം, ഇത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത്. സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തത് ചോദ്യം ചെയ്ത മധ്യവയസ്കനായ ആളെ അക്രമി സംഘം പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇതിലാണ് 17കാരനടക്കം 3 പേരെ പൊന്നാനി പോലീസ് പിടികൂടിയിരിക്കുന്നത്. പൊന്നാനി കർമ്മ റോഡിൽ താമസിക്കുന്ന 24 വയസ്സുള്ള നവനീത്, അതുപോലെ തന്നെ കുണ്ടുകടവിൽ താമസിക്കുന്ന അൻസാർ എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ക്യാഷ് ചോദിച്ച കടയുടമയെ കത്തി വീശുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയായിരുന്നു. ഇവർ കട തല്ലി തകർക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ സംഭവങ്ങൾ ചെന്നെത്തി. തുടർന്ന് ഈ അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതുപോലെ തന്നെ കടയുടമയും പൊന്നാനി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ 3 പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇതിൽ 17 വയസ്സുകാരനും ഇതിൽ ഉൾപ്പെടുന്നു. മദ്യം, മയക്കുമരുന്ന്, ലഹരി ഇവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് പോലീസ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിടിയിലായ നവനീത് ഏതാനും മാസങ്ങൾ മുമ്പ് എറണാകുളത്ത് MDMA-യുമായി പിടിയിലായിരുന്നു. നവനീതിന്റെ സഹോദരനാണ് വിനായകൻ എന്നവർ. പൊന്നാനിയിൽ നിരവധി കേസുകൾ പ്രതിയാണെന്നും ഇവർ പറയുന്നു. പ്രതിയിലായ പ്രതികളെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യെസ്, വ്യക്തമാണ്. ജിഷാദ് വളാഞ്ചേരിയാണ് തിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരൂരിൽ
ലഹരിക്കടിമയായ യുവാവാണ് വീട്ടിൽ പരാക്രമം കാണിച്ചത്. ലഹരി വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളെ ആക്രമിക്കുന്നു. പിന്നീട് പോലീസ് എത്തി കീഴ്പ്പെടുത്തി യുവാവിനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ വലിയ രീതിയിൽ അപകടകരമായ സാഹചര്യം നമ്മുടെ പല നാട്ടിലുമുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കുമാരപുരത്ത് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി പ്രവീണിനാണ് കുത്തേറ്റത്. ചന്തു, ബൈജു എന്നിവരെ പ്രതികളാക്കി മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനാണ് ചന്തു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി. ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പൊതുജനം യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവീൺ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലായി നിന്ന ഈ ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി കഞ്ചാവിനും മയക്കുമരുന്നിനുമെല്ലാം അടിമയായി ആ പ്രദേശത്ത് കഞ്ചാവും മയക്കുമരുന്ന് ഉൾപ്പെടെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ വിൽപ്പന ചെയ്യുന്ന ചന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരുന്ന് അസഭ്യം പറയുകയും കുട്ടികളെ അടക്കം ചീത്ത വിളിക്കുന്നൊരു സമീപനമുണ്ടായ സാഹചര്യത്തിൽ ഇത് കേട്ട് അവിടെ എത്തുന്ന നമ്മുടെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവീൺ അവിടെ എത്തിയ ആളോട് എന്താണ് സംഭവമെന്നൊക്കെ തിരക്കി എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ അടക്കം ചീത്ത വിളിക്കുന്നത് എന്ന് ചോദ്യം ചെയ്ത് ആ സാഹചര്യത്തിൽ പ്രകോപിതനായ ഈ പ്രതി ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആക്രമിക്കുകയും ഇതിനു മുമ്പ് തന്നെ മയക്കുമരുന്ന് അടക്കം അവിടെ വിതരണം ചെയ്യുന്നതിന് ഈ ആളെ ചോദ്യം ചെയ്തതിൻ്റെയൊക്കെ മുൻവൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ പ്രവീണിനെ ഈ ഒരു വിഷയത്തിനകത്ത് അങ്ങോട്ട് ഈ പറഞ്ഞ അസഭ്യം വിളിച്ച് വീണ്ടും പ്രതിയുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആളെ പേര് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ചന്തുവിനോടൊപ്പം ഒരാളും കൂടി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രവീൺ അവിടെ ഇടപെടുന്നത്. അങ്ങനെയാണ് കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ എടുത്ത് പ്രവീണിനെ കഴുത്തിലും തലയിലുമായി കുത്തുന്നത്. വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഈ കുമാരപുരത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന് യൂണിറ്റ് സെക്രട്ടറിക്ക് നേരെയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ കുത്തേറ്റ പ്രവീൺ മകനൊപ്പം വരുമ്പോഴാണ് ഇവിടെ ഇവർ കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ പറയുന്നത്. പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അത് ആ സമയത്ത് കഞ്ചാവാണോ ഉപയോഗിച്ചെന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിരുന്നു അവർ എന്നതും വസ്തുതയാണ്. മദ്യപിച്ചു എന്നാണ് പോലീസിനോട് ഇവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ബൈജു എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. അവിടെ അസഭ്യം വിളിക്കുകയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിനെ പ്രവീൺ ചോദ്യം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ പൊതുജനം യൂണിറ്റ് സെക്രട്ടറിയാണ്. യൂണിറ്റ് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് പ്രവീൺ ചോദ്യം ചെയ്തു. അത് തർക്കമാവുകയും കയ്യിൽ കരുതിയിരുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇയാൾ പ്രവീണിൻ്റെ കഴുത്തിനും അതുപോലെ തലയ്ക്കും കുത്തുകയായിരുന്നു. ഗുരുതരമായ മുറിവുണ്ട് പ്രവീണിന്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജറിക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ICUവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പ്രവീൺ നേരത്തെയും സമാനമായി മറ്റൊരാളെ കൂടി ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തിയ ആളാണ്. അന്ന് കേസെടുത്തില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ അക്രമ വാസനയുള്ള ആളാണ്. ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ഇയാൾക്ക് അവിടെ ലഹരി വിൽപ്പനയും ഒക്കെ ഉണ്ട്, കഞ്ചാവ് വിൽപ്പനയും ഒക്കെ ഉണ്ട്. പക്ഷേ അത് പോലീസ് ആ രീതിയിൽ സ്ഥിരീകരിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ ആരോപണമായി നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ കാണാം. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റു പ്രവീണിന്. ഇപ്പോൾ ആശുപത്രിയിലുമാണ്. ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗമുണ്ട് എന്ന് നേരത്തെയും പരാതികൾ ഉയർന്നു വന്ന പ്രദേശമാണ്. കുമാരപുരത്തിന് സമീപമാണ്. ചെന്നിലോടെന്നാണ് പ്രദേശത്തിൻ്റെ പേര്. അവിടെയാണ് ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോലീസും ഊർജിതമായ അന്വേഷണം പ്രതിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളെയാണ്, ബൈജുവിനെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകാതെ പ്രവീണും അറസ്റ്റിലാകുമെന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അരുൺ, ഈ പിടിയിലായ ചന്തു പ്രദേശത്തെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനാണെന്ന് ഡിവൈഎഫ്ഐയുടെ പരാതിയിലുണ്ട്. ചന്തുവിനിപ്പോൾ ബൈജുവും പിടിയിലായിട്ടുണ്ട്. ഈ രണ്ടുപേരും നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചു, ചന്തു ഇതിനു മുൻപും ഒരാളെ ആക്രമിച്ചുവെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട് എന്ന്. ഏതെങ്കിലും ലഹരി കേസിലോ ക്രിമിനൽ കേസിലോ മുൻപ് പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണോ? മാത്രമല്ല ഈ സ്ഥലത്ത്, ഈ പ്രദേശം, ഈ കുമാരപുരം ഉൾപ്പെടുന്ന പ്രദേശം ലഹരി സംഘങ്ങളുടെ സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസിൻ്റെയൊക്കെ കൃത്യമായ ഇടപെടൽ അവിടെ ഉണ്ടാകാത്തത്?
കുമാരപുരം പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്, നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിന് പിൻവശത്തായിട്ട് ചെന്നിലോടെന്നൊരു പ്രദേശമുണ്ട്. അവിടെയാണെങ്കിൽ പോലീസിനൊക്കെ അത്ര പെട്ടെന്ന് ചെന്നെത്താൻ കഴിയാത്ത പ്രദേശമുണ്ട്. ആമയിഴഞ്ചാൻ തോടിൻ്റെ സമീപ ഭാഗങ്ങളിലും മറ്റും. അവിടെയൊക്കെയാണ് ഈ സംഘങ്ങൾ, ലഹരി സംഘങ്ങൾ സാധാരണ തമ്പടിക്കാറുള്ളത്. പോലീസ് വരുമ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാനൊക്കെ കഴിയുന്ന സ്ഥലമാണത്. ആ പ്രദേശത്താണ് ഈ പ്രവീണിൻ്റെയും സംഘത്തിൻ്റെയും ഒക്കെ കേന്ദ്രമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. സമാനമായി തന്നെ എന്തോ തർക്കമുണ്ടാകുമ്പോൾ അയാളെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. സമാനമായിരുന്നു അന്നത്തെയും ആക്രമണം. പക്ഷേ അന്ന് കുത്തുകൊണ്ട ആൾക്കും ചില ഈ കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് പോലീസിൽ പരാതിയായി പോകാത്തതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇയാളുടെ മറ്റു ഹിസ്റ്ററിയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന ആൾ തന്നെയാണ് ചന്തു എന്ന് പോലീസിനും വിവരമുണ്ട്. ഈ ലഹരി വിൽപ്പനയാണ് ഇയാളുടെ പ്രധാന പരിപാടി, കഞ്ചാവ് വിൽപ്പനയാണ് പ്രധാന പരിപാടി എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഡിവൈഎഫ്ഐ അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളൊക്കെ, ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വൈരാഗ്യം കൂടി ഡിവൈഎഫ്ഐ പ്രവർത്തകരോടുണ്ട് എന്നാണ് അവരുടെ ഒരു നിലപാട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ ഇയാളുടെ മറ്റു ഹിസ്റ്ററിയും അതുപോലെ ഇയാളുടെ ഇത്തരം ലഹരി സംഘങ്ങളുമായുള്ള ബന്ധമൊക്കെ പുറത്തു വരികയുള്ളൂ. കേട്ടോ, ഇവിടെ ഈ സ്ഥലത്ത് കുമാരപുരത്ത് ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം അവരുടെ ഒരു പ്രാദേശിക നേതാവിനാണ്, യൂണിറ്റ് സെക്രട്ടറിക്കാണ് ആക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ചും ഈ ലഹരി സംഘങ്ങൾ സജീവമായ ഒരു സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ഈ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോ ഈ പ്രതിഷേധത്തിന് അപ്പുറം ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ CPM-ഉം ഡിവൈഎഫ്ഐ ഒക്കെ അവിടെ തുടർച്ചയായി ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടോ? അത്തരം ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐ ആരംഭിച്ചിട്ടുണ്ട്. CPM-ഉം അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാർ ഏറ്റെടുക്കുന്ന അത്തരം ക്യാമ്പയിനുകൾ ഡിവൈഎഫ്ഐയും CPM-ഉം ഒക്കെ താഴെത്തട്ട് നടപ്പാക്കുന്നതുമാണ്. നേരത്തെയും കഴിഞ്ഞ 2 ആഴ്ച മുമ്പും തിരുമലയിൽ ഇതുപോലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന് ലഹരി സംഘത്തിൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ഈ ലഹരി സംഘങ്ങൾ പലയിടത്തും ഇത്തരത്തിൽ അതിശക്തമായി തന്നെ നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. അവർ ഈ എല്ലാവരെയും ആ രീതിയിൽ എതിർക്കുന്നവരെയൊക്കെ ആക്രമിക്കുന്നൊരു ശീലവുമുള്ളവരാണ് പലപ്പോഴും ഈ നഗരത്തിൽ പല മേഖലകളിലും. അത്തരമൊരു പ്രദേശമായി ചെന്നലോടിനെ കാണണം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസിനൊക്കെ എത്തിപ്പെടുക അത്ര എളുപ്പമല്ല. ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്. ആമയിഴഞ്ചാൻ തോടിൻ്റെ സമീപ സ്ഥലങ്ങളിലും കരയിലുമൊക്കെ അങ്ങനെ പോലീസ് എത്തിപ്പെടാൻ പറ്റാത്ത വലിയ ഒഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഇവരുടെ ഒരു കേന്ദ്രം. അത്തരമൊരു സ്ഥലത്താണ് ഈ ചന്തുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും എന്നാണ് പോലീസും പറയുന്നത്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധ പരിപാടികൾക്ക് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവും വൈകാതെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുണ്ടാകുമെന്നാണ് ഭാരവാഹികൾ അറിയിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലഹരി സംഘത്തിനൊപ്പം തന്നെ ഗുണ്ടാ സംഘങ്ങളും നാട്ടിൽ ഭീതി പരത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വധശ്രമ കേസിൽ പ്രതിയായ സന്തോഷാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയും മുൻ വൈരാഗ്യവുമാണ് ആക്രമണത്തിന് കാരണമായത്. സംഭവം നമുക്ക് കാണാൻ പറ്റിയത് ദുഃഖം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടു ഓടിച്ചെന്ന് പ്രത്യേകമായിട്ടൊരു വീടുണ്ട്. കള്ളേ ഓടി വീട്ടിൽ വന്നത് അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അന്നേരം നമ്മള് പേരും അറിയില്ല. ഉടനെ പോലീസിന് പോലീസ് വന്നു. നമ്മളിപ്പോൾ ഒരാളിനൊക്കെ ചെന്ന് പിടിക്കുക കൊങ്ങത്തുണ്ട്. അപ്പോൾ അവർ വന്ന് അവർ ആംബുലൻസ് വിളിച്ചു. അപ്പോൾ അതിനകത്ത് കൊണ്ടുപോകും. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് കണക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ബ്ലഡൊക്കെ കാലൊക്കെ ഓടിഞ്ഞു. എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പിന്നീട് സന്തോഷിനെ ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഗുണ്ടാ കുടിപ്പകയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ കേസിൽ പിടിയിലായ കസ്റ്റഡിയിലുള്ള 2 പ്രതികളും ഈ സന്തോഷും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുള്ളതാണോ? സോമ, ഈ ഒരു സംഭവത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിവരുന്നതെന്ന് തന്നെ നമുക്ക് പറയണം. ഇതിൽ പങ്കജ് എന്ന ഒരു ക്രിമിനലും അതുപോലെ തന്നെ സന്തോഷ് എന്ന ക്രിമിനലും തമ്മിലുള്ള ഒരു കുടിപ്പകയാണ് ഇത്തരത്തിലുള്ള ഒരു
വലിയ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്കും തുടർന്നുള്ള സംഭവ വികാസങ്ങളിലേക്കും നയിച്ചതെന്നാണ് പോലീസിന് വ്യക്തമായി തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ കൊല്ലപ്പെട്ട സന്തോഷിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിയായ ഈ സന്തോഷിന്റെ വീട്ടിലാണ് അക്രമിക സംഘങ്ങൾ രാവിലെ എത്തുന്നു. അവരെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് വീടിനുള്ളിൽ മാരകായുധങ്ങളുമായി കടന്ന് വീടിന്റെ വാതിൽ ഉൾപ്പെടെ തകർത്താണ് ഉള്ളിൽ പ്രവേശിക്കുകയും ഈ സന്തോഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട്, മൺവെട്ടി ഉപയോഗിച്ച് സന്തോഷിന്റെ മുറിയുടെ വാതിൽ തകർത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആക്രമണം നടത്തിയത് വാളും കമ്പിപ്പാരയും ഉപയോഗിച്ചാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇടത് കാലിനും അതുപോലെ തന്നെ ഇടത് തോളിനും മാരകമായി മുറിവേറ്റു എന്ന് പറയുന്നുണ്ട്. അതായത് ഇടത് കാല് പൂർണ്ണമായും അടിച്ച് ചതച്ച സാഹചര്യമാണ് ഉള്ളത്. ടോം, നമ്മളിന്ന് രാവിലെ അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ സംഭവം നടന്ന മുറിക്കുള്ളിൽ രക്തം തളങ്ങറ്റി കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിലെ സാധനങ്ങളെല്ലാം ചിന്നിച്ചിതൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ സന്തോഷിന്റെ മാതാവ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. മാതാവിന്റെ മൊഴി കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനെ ഉപദ്രവിക്കരുത്, മകനെ കൊല്ലരുത് എന്ന് മാതാവ് പറയുകയും ചെയ്തു എന്നാണ്. അത്തരത്തിലുള്ള മൊഴിയാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ അക്രമി സംഘങ്ങൾ ഈ കൃത്യം നടത്തിയതിനു ശേഷം അവിടെ നിന്നും വളരെ പ്ലാൻഡ് ആയിട്ടാണ് അവിടെ നിന്നും അവർ സഞ്ചരിച്ച ഒരു വെള്ള ഇന്നോവ കാറിൽ അവിടെ നിന്നും വവ്വാക്കാവ് എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. വവ്വാക്കാവിലെത്തിയിട്ടാണ് അവിടെ അനീർ എന്നു പേരുള്ള ഒരു യുവാവിനെ ആക്രമിക്കുന്നു, വധശ്രമം നടത്തുന്നു. അതിനുശേഷമാണ് അവിടെ നിന്നും അക്രമി സംഘങ്ങൾ രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് കൃത്യമായി അറിഞ്ഞത്. അങ്ങനെ രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് എത്താൻ കഴിഞ്ഞത് ഇവർ ഈ വാഹനം വവ്വാക്കാവിന് സമീപത്ത് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരപരിധി ഈ വാഹനം ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ വാഹനത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാഹനത്തിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വാഹനത്തിന്റെ ഉടമ പറയുന്നത് റെന്റ് വണ്ടിയായിട്ട് തന്റെ കയ്യിൽ നിന്നും കൊണ്ടുപോയതാണ്. ശരിക്കും അത് റെന്റ് കാറിന് കൊടുക്കുന്ന വാഹനമാണെന്ന് പോലീസ് അറിയുന്നു. അത് മാത്രമേ തനിക്ക് അറിയാവൂ എന്നാണ് ഈ വാഹനത്തിന്റെ ഉടമ പോലീസിന് മൊഴി നൽകിയത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഈ വാഹനം ഇവർക്ക് എടുത്തു കൊടുത്ത മറ്റൊരാളുണ്ട്. അയാളുടെ പേര് കുക്കു എന്നറിയപ്പെടുന്ന മനു എന്നാണ്. ഈ മനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മനു ഈ പറയുന്ന ഈ അക്രമി സംഘങ്ങളുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ് എന്നാണ് അറിയുന്നത്. അപ്പം മനുവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം കൂടുതലായിട്ടും നടക്കുന്നത്. കേട്ടോ, എന്തായാലും ഈ മർദ്ദനമേറ്റ, അതായത് ഈ വെട്ടേറ്റ അനാർ എന്ന പേരുള്ള യുവാവ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണം അങ്ങനെയല്ലേ കരുതേണ്ടത്? കാരണം സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, സന്തോഷിന്റെ സുഹൃത്തിനെ ആക്രമിക്കുന്നു. അങ്ങനെ കൃത്യമായ പദ്ധതി ഇട്ടുകൊണ്ട് രണ്ടുപേരെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നോ ഈ ഗുണ്ടാ സംഘങ്ങൾ അവിടെ എത്തിയത്? വിനീഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എഫ്ഐആറിൽ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അക്രമികൾ എത്തുകയും കൃത്യം നിർവഹിക്കുകയും ചെയ്ത ചില രീതികളാണ് പോലീസിന് കൃത്യമായും ഈ അന്വേഷണ സംഘങ്ങൾക്ക് ഈ അക്രമികളെ കണ്ടെത്താൻ സഹായകരമായി തീരുന്നത്. കാരണം ഇവർ വരികയും ഈ കാല് അടിച്ചു തകർക്കുകയും ചെയ്തു. അത് ഇടത് കാല് അങ്ങനെ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ചില ഗുണ്ടാ സംഘങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് പോലീസിന്റെ കയ്യിൽ. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരുടെ ഈ ഒരു അക്രമ രീതി അങ്ങനെയാണ് എന്ന് പറയുന്നത്. അതായത് ഈ അടിച്ച് ചതയ്ക്കുക എന്നുള്ളൊരു രീതി, ആ ഒരു സ്വഭാവ രീതി മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനം ഉപേക്ഷിച്ചിട്ട് അവർ രക്ഷപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് നിർണായകമാണ്. അതുപോലെ ഫോറൻസിക് സംഘം ഇന്ന് വന്ന് പരിശോധനകൾ നടത്തിയിരുന്നു. വാഹനത്തിൽ നിന്നും അസ്വാഭാവികമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും അത് വിരലടയാളം വിദഗ്ധർ ഉൾപ്പെടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം ഈ പരിശോധന ഫലമെല്ലാം നിർണായകമാകും. എന്തായാലും ഉടൻ തന്നെ ഈ അക്രമികളിലേക്ക് പോലീസ് എത്തും എന്നുള്ളത് ഉടൻ തന്നെ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കേട്ടോ നമുക്കറിയാൻ കഴിയുന്നത്. യെസ്, ഇത് ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള രണ്ടുപേരും ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണോ? ഈ പ്രതികൾ ഈ സ്ഥിരം കുറ്റവാളികൾ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ വിനീഷ്? ടോം, ഈ കൃത്യത്തിൽ 4 പേരുണ്ട് എന്നുള്ളൊരു മൊഴിയാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ കൃത്യം നടത്തിയിട്ട് ഇവർ രക്ഷപ്പെട്ട സമയത്ത് മുഖംമൂടി ധരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായി ഉള്ള മൊഴി എന്ന് പറഞ്ഞാൽ ആ കടക്കാരന്റെ മൊഴിയാണ്. ഈ അനാറിനെ ആക്രമിച്ചതിന് ശേഷമാണ്
ഈ സംഘങ്ങൾ രക്ഷപ്പെട്ടതായിട്ടുള്ള CCTV ദൃശ്യം പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ മുഖംമൂടിധാരികളായ 4 പേരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ കാർ ഉപേക്ഷിച്ച സ്ഥലത്തെ ഒരു വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. അതിൽ ഇവർ മതിൽ ചാടിക്കടന്ന് പോകുന്നതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ നിർണായകമായിട്ട് പോലീസിന് ലഭിച്ചു. അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം. അപ്പോൾ എന്തായാലും പോലീസിന് കൃത്യമായിട്ട് പ്രതികളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്, ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ പിടിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. ഉടൻ തന്നെ വലയിലാകും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. തന്നെയല്ല, ഈ പങ്കജ് എന്ന ക്രിമിനലിലും സന്തോഷമായിട്ടുള്ള കുടിപ്പക നിരവധി പരാതികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ 2014 ഈ പങ്കജിനെ ആക്രമിച്ച കേസിലാണ് ഈ സന്തോഷ് ജയിലിൽ പോകുന്നതും റിമാൻഡിലാകുന്നതും. റിമാൻഡിലായതിനു ശേഷം ഒരു മാസം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു വിരോധത്തിലാണ് പങ്കജ് വീട്ടിൽ വന്ന് ഈ കൃത്യം നടത്തിയതെന്നാണ് പോലീസിന് ചില സൂചനകൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഉടൻ തന്നെ ഈ പ്രതികളെ വലയിലാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനു മുൻപ് ഈ കൊല്ലപ്പെട്ട സന്തോഷിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള വധഭീഷണിയോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ ഉണ്ടായിരുന്നോ? അങ്ങനെ ആസൂത്രിതമായി ഇങ്ങനെ കൊലപ്പെടുത്താൻ എത്തുന്നു. ഇതിനു മുൻപ് വധശ്രമം ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഈ ഞാനിപ്പോ സൂചിപ്പിച്ച പോലെ 2014 ഈ സന്തോഷ് പങ്കജിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ റിമാൻഡിലാകുന്നത്. അതിനു മുന്നേ പങ്കജ് വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, വീട് കയറി ആക്രമിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സന്തോഷിന്റെ മാതാവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മുൻപും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിച്ചിട്ടുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില ഇൻഫർമേഷൻ കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ചില കുടിപ്പകകളൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ വ്യക്തത ഇതിൽ വരാനുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടത്തുന്നുണ്ട്. എന്തായാലും മുൻവൈരാഗ്യം തന്നെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വലിയ രീതിയിലുള്ള കുടിപ്പക തന്നെയാണ് തുടർന്നുള്ള ഈ ഒരു കൃത്യത്തിലേക്കും വലിയ ഒരു കൊലപാതകത്തിലേക്കും നയിച്ചിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. നാടിനെ ഞെട്ടിച്ചൊരു സംഭവമായി തന്നെ മാറിയിരിക്കുന്നു. ഇപ്പോഴും രക്തക്കറകൾ അവിടെ നിന്നും മാറിയിട്ടില്ല, ആ വീട്ടിൽ നിന്നും മാറിയിട്ടില്ല. ഈ സന്തോഷ വിവാഹിതനാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊന്നും ഒപ്പം താമസമല്ല എന്നും പറയുന്നുണ്ട്. ആ വീട്ടിൽ അമ്മയും മകനും മാത്രമാണ് താമസിച്ചു പോരുന്നത്. ഈ കൃത്യം നടത്തിയ സമയത്തും അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അമ്മ വാക്ക് കരഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ അക്രമികൾ ഇത് കൂട്ടാക്കാൻ തയ്യാറായില്ല. ഇയാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്കായിരുന്നു ടോമിൻ എത്തിയത്. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലത്താണ് ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പിന്നീട് സന്തോഷിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇയാളുടെ സുഹൃത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കേസിൽ 2 പേർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഈ സംഘത്തെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പാലക്കാട് മുണ്ടൂരിൽ മദ്യലഹരിയിൽ ഗൃഹനാഥനെ സുഹൃത്ത് വെട്ടിക്കൊലപ്പെടുത്തി. കുന്നങ്കാട് നൊച്ചിപ്പുള്ളി സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. മദ്യപിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അയൽവാസിയായ ഈ അക്രമിയെ കൊലയാളിയെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ഷംന, എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. പാലക്കാട് മുണ്ടൂർ കുമ്മങ്കോടാണ് സംഭവം ഉണ്ടായത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ ദാരുണമായ ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. കുമ്മങ്ങാട് സ്വദേശിനി മണികണ്ഠനാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഈ യുവാവുമായി മദ്യപിച്ചുണ്ടായ തർക്കമാണ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ നേരത്തെയും എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നോ, മുൻവൈരാഗ്യം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഈ പ്രതിയെ, സംഭവത്തിൽ അയൽവാസിയായ വിനോദിനെ കോങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഇയാൾ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും പ്രാഥമിക നിഗമനത്തിൽ മദ്യപിച്ചുണ്ടായ ഒരു തർക്കം അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ മണികണ്ഠന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും പെട്ടെന്നുള്ളൊരു പ്രകോപനമായിരിക്കുമോ അതോ ആസൂത്രിതമായ കൊലപാതകം? ഈ മണികണ്ഠനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഈ വിനോദിന്റെ സുഹൃത്ത്
വിനീഷും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടല്ലോ. രണ്ടുപേരും ഒന്നിച്ചാണോ ആക്രമണം നടത്തിയത്? ടോം, അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ ഇവർ തമ്മിൽ മദ്യപിച്ചുണ്ടായ ഒരു തർക്കം, അതിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് അങ്ങനെ തന്നെയാണ് പോലീസ് വിവരം നൽകുന്നത്. കാരണം മറ്റ് കാരണങ്ങളോ മുൻവൈരാഗ്യമോ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലേക്കാണ് നിഗമനങ്ങൾ എത്തുന്നത്. പക്ഷെ അതേസമയം അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരു മദ്യപിച്ചുണ്ടായ ഒരു തർക്കം, വാക്കുതർക്കം പിന്നീട് ഒരു കൊലപാതകം വരെയൊക്കെ എത്തുമോ, അതല്ല ഈ സുഹൃത്തുമൊത്ത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്നതൊക്കെ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമിക നിഗമനത്തിൽ പോലീസ് പറയുന്നത് ഇതാണ്: മദ്യപിച്ചുണ്ടായ തർക്കം ആക്രമണത്തിൽ കലാശിച്ചു എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ വിനോദും സുഹൃത്തും അല്ലാതെ മറ്റാരെങ്കിലും ഈ കാര്യത്തിൽ പ്രതികളായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. വ്യക്തമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മുണ്ടൂരിലാണ് മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിനിടെ അയൽവാസിയെ കൊലപ്പെടുത്തിയത്. കേസിൽ 2 പേർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. എമ്പുരാൻ സിനിമ ചോർന്നെന്ന് പ്രചരണം. ടെലഗ്രാമിലും മറ്റു ചില വെബ്സൈറ്റുകളിലും സിനിമ ലഭ്യമാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. സിനിമ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണെന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട്. വി വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, എമ്പുരാൻ സൂപ്പർ ഹിറ്റാണ് എന്ന രീതിയിലുള്ള വിവരങ്ങളാണല്ലോ പല തിയേറ്ററുകളിൽ നിന്നും വരുന്നത്. പക്ഷെ അതിനിടെ സിനിമ ചോർന്നു എന്ന രീതിയിൽ കഥകൾ പ്രചരിക്കുന്നുണ്ട്. സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ, ആസൂത്രിതമായ രീതിയിൽ നെഗറ്റീവ് റിവ്യൂകൾ നടക്കുന്നതായി ചില റീൽസുകളൊക്കെ പുറത്തു വരുന്നു. ഇതിപ്പോൾ സിനിമ ചോർന്നുവെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ ഒരു വ്യാജ പ്രചരണമാണോ? ടോം, ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നത്. ഇതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പഴയ സിനിമകൾ വർഷം 2022 മറ്റോ പുറത്തിറങ്ങിയ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പ്രേക്ഷക അഭിപ്രായമാണ് തേടുന്നത്. ഈ വീഡിയോ കട്ട് ചെയ്ത് എമ്പുരാൻ എന്ന പേരും ചേർത്ത് മോഹൻലാലിൻ്റെ ചിത്രവും വെച്ചിട്ടുള്ള വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതായത് എമ്പുരാൻ മോശമാണ് എന്ന് ആളുകൾ പറയുന്ന തരത്തിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഡീഗ്രേഡിംഗ്, ഈ സിനിമയെ തകർക്കാൻ വേണ്ടി പല കാര്യങ്ങൾ നടക്കുന്നുവെന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു വന്നു. അതിൻ്റെ ഒരു പ്രത്യക്ഷമായ തെളിവായി മാറുകയാണ് ഈ സംഭവം. അതിൽ സംസാരിക്കുന്നതിൽ ഒരാൾ തന്നെ, ആ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആദ്യം സംസാരിക്കുന്ന ആൾ തന്നെ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നേരത്തെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് സംസാരിക്കുകയാണ്, ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ ഒരു ബൈറ്റ് പോലും ഈ സിനിമയെ മോശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ്. അത് 2022 മറ്റോ ആണ് ആ സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. മറ്റൊരു സിനിമയാണ് അത്. ആളുകൾ തുടരെ വരികയും അവർ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് എമ്പുരാനെക്കുറിച്ചുള്ള, ഇന്ന് റിലീസായ ചിത്രം എമ്പുരാനെക്കുറിച്ചാണ് എന്ന തരത്തിലാണ് വ്യാപകമായി ഈ ഇൻസ്റ്റാ പേജുകളിലും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, പല ഗ്രൂപ്പുകളിലായി ഇത് പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 180 കോടി രൂപ മുടക്കി ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ആ സിനിമയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം തന്നെ എന്ന് പറയാതെ തരമില്ല. കാരണം നമ്മൾ നേരത്തെയൊക്കെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പല തന്ത്രങ്ങളിലൂടെ ഈ സിനിമകളെ തകർക്കാനുള്ള ശ്രമം. അത് പലപ്പോഴും പരാതികളായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അന്വേഷിക്കുന്നതിന് പരിമിതി ഉണ്ട്. പലപ്പോഴും പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. പലരെയും അറസ്റ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും വിദേശത്തോ മറ്റോ ഒക്കെ ഇരുന്ന് ഇത്തരത്തിൽ സിനിമകളെ തകർക്കുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ഒരു നില ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകും. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ അഭിപ്രായം എന്ന നിലയ്ക്ക് ആളുകൾ വിശ്വസിച്ചു പോകും. മാത്രമല്ല, ആ വീഡിയോയിൽ കാണുന്ന മൈക്ക് ID, അത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മൈക്കാണെങ്കിൽ കൃത്യമായി ആ സ്ഥാപനത്തിൻ്റെ പേര് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതൊരു യൂട്യൂബ് ചാനലാണെന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അതിൻ്റെ ID പോലും വ്യക്തമല്ല. അത് ആ മൈക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും വ്യക്തമല്ല. അതായത് ആ തരത്തിൽ തീർത്തും ഒരു സൂചനയും ഒരു തെളിവും ഇല്ലാത്ത തരത്തിൽ, എന്നാൽ ആളുകൾ വിശ്വസിക്കുന്ന മാതിരി അത്തരത്തിലുള്ള വീഡിയോകൾ സൃഷ്ടിക്കുകയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. 2 ഇൻസ്റ്റാ പേജുകളിലാണ് ആദ്യം ഇത് വരുന്നത്. പിന്നീട് ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്തു പോകുന്ന സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല, ഈ സിനിമയുടെ
വ്യാജ പതിപ്പ് പുറത്തു വന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ടെലഗ്രാം പോലുള്ള സംവിധാനങ്ങളിൽ മറ്റ് ചില സൈറ്റുകളിൽ എമ്പുരാൻ്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങി എന്ന വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ ആദ്യം വരുന്നത് ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. അതായത് ഈ സിനിമ പ്രചരിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് വരുന്നത്. നമ്മൾ അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽ ആ സമയത്ത് അത് വന്നില്ല എന്ന കാര്യമാണ്. പക്ഷേ അതുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുരളി ഗോപി ഉൾപ്പെടെയുള്ളവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഏതായിരുന്നാലും ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ വ്യാജ പതിപ്പ് പുറത്തിറക്കുക, അങ്ങനെ എങ്ങനെയൊക്കെ ഒരു സിനിമയെ ഇല്ലാതാക്കാം. സ്വാഭാവികമായും മലയാളികൾ എന്ന നിലയ്ക്ക് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും വലിയ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, തെലുങ്ക് സിനിമയൊക്കെ കണ്ട് കൈയടിക്കുന്ന പ്രേക്ഷകരാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം സിനിമയെക്കുറിച്ച്. പക്ഷേ ഒരുപാട് ആളുകൾ അതിൽ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇന്ന് ഈ വ്യാജ വീഡിയോയിൽ നമ്മുടെ സഹപ്രവർത്തകൻ്റെ ബൈറ്റാണ് കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം പോലും ഇന്നത്തെ ആദ്യത്തെ ഷോ കണ്ടതാണ്. പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നല്ല സിനിമയാണ് എന്ന്. നമ്മുടെ സഹപ്രവർത്തകൻ പോലും നമ്മളോട് പറഞ്ഞതാണ്. പക്ഷേ മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 4 വർഷം മുൻപ് മറ്റൊരു സിനിമയെക്കുറിച്ച് നടത്തിയ പ്രതികരണം, ആ പ്രതികരണമാണ് ഈ സിനിമയുടെ പ്രതികരണമായി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ വ്യാജ വീഡിയോ പുറത്തിറക്കുന്നത്. ഏതായിരുന്നാലും പല തരത്തിൽ ഒരു സിനിമ വെല്ലുവിളി നേരിടുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയമായ വെല്ലുവിളികളുണ്ട്. ഒരു സിനിമയിൽ ഒരു പ്രമേയം ചർച്ച ചെയ്താൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുമോ? കാരണം നമുക്കറിയാം പല സിനിമകളും, പ്രത്യേകിച്ചും പല ഹിറ്റ് സിനിമകളും ഇറങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങാറുണ്ട്, വ്യാജ പ്രചരണങ്ങൾ നടത്താറുണ്ട്, സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂകൾ ഉണ്ടാകാറുണ്ട്. ഇതിനെതിരെ പരാതി നൽകാനായിരിക്കുമോ നീക്കം? അതോ പ്രത്യേകിച്ച് അറിയാം ഈ സിനിമാ മേഖല വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതുപോലെ സിനിമയെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ തുടർ നീക്കം എന്തായിരിക്കും വിനോദ്? ടോം, നമ്മളിപ്പോൾ അണിയറ പ്രവർത്തകരുമായി വിനോദിലേക്ക് എത്താം. അതിനു മുൻപ് ആ വീഡിയോ എങ്ങനെയുള്ള പ്രചരണമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണമേ. ആ വീഡിയോ ഒന്ന് കാണണം. ഫസ്റ്റ് ഹാഫ് പോരാ അത്ര ഗുണമില്ല ചേട്ടാ. 3000 കോടി രൂപയുണ്ട്. 3100 കോടി കൺഫേം. പടം ശോകം പടമായിപ്പോയി സത്യമായിട്ട്. ഒന്നിനും കൊള്ളൂല. ഒരു അൺസൈക്കബിൾ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. പോരാ അത്ര ഗുണമില്ല ചേട്ടാ. 3000 കോടി രൂപയുണ്ട്. വിനോദിലേക്ക് വീണ്ടും. വിനോദ്, നമുക്കിത് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇത് കൃത്യമായി എഡിറ്റ് ചെയ്ത് ആസൂത്രിതമായി ഈ സിനിമയെ മോശമായി ചിത്രീകരിക്കാനുള്ള നീക്കമാണെന്ന്. ഇത് വാട്സപ്പിൽ കൂടിയാണോ അതോ വിവിധ ഫേസ്ബുക്ക് പേജിൽ കൂടിയോ ഇൻസ്റ്റഗ്രാം പേജുകളിൽ കൂടിയാണോ ഇതുപോലുള്ള നെഗറ്റീവ് റിവ്യൂകൾ പ്രചരിക്കുന്നത്? ടോം, 180 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചൊരു ചിത്രമാണ്. ആ ചിത്രം തിയേറ്ററിൽ വരുമ്പോൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ, അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ, അതിൻ്റെ നിർമ്മാതാവ് അടക്കമുള്ള ആളുകൾ, അവർക്കൊക്കെ തന്നെ എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ആ ഒരു പ്രതീക്ഷയെ തല്ലിക്കെടുത്തുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. വ്യാജ വീഡിയോ ആണ്. അത് കൃത്യമായി നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് ഈ പല കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട്, ടോം ചോദിച്ചതുപോലെ ആദ്യം വരുന്നത് ഇൻസ്റ്റയിലാണ്. 2 ഇൻസ്റ്റ പേജുകളിലാണ് ആദ്യം ഇത് വരുന്നത്. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു, ഫേസ്ബുക്ക് പേജുകളിലേക്ക് വ്യാപകമായി പോകുന്നു. ഇത്തരത്തിൽ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രചരണം, അത് കൃത്യമായിട്ട് ഇതൊരു വലിയ കുറ്റകൃത്യമാണ്. കാരണം ഇത് സാമ്പത്തിക കുറ്റകൃത്യം എന്ന നിലയ്ക്ക് തന്നെ വരണം. ഇത്രയും രൂപ ചെലവഴിച്ചൊരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങൾ, അതിൻ്റെ അഭിപ്രായ രൂപീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആളുകളുടെ പ്രേക്ഷക പ്രതികരണം എന്ന തരത്തിലുള്ള വീഡിയോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം വ്യാജ വീഡിയോകൾ പടച്ചുവിടുമ്പോൾ അതെല്ലാം തന്നെ ഈ സിനിമയെ വലിയ സാമ്പത്തികമായി തകർക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക കുറ്റകൃത്യം എന്ന ഒരു കാര്യം ഇതിൽ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ വകുപ്പുകൾ ചേർത്ത് തന്നെ കേസെടുക്കണം. ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ടിരുന്നു. വ്യാജ പതിപ്പ്
പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, ഒരു സ്ക്രീൻഷോട്ടാണ് ആദ്യം ചില ഗ്രൂപ്പുകളിൽ പ്രചരിച്ചത്. അതിൽ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ്. ടെലഗ്രാമിലും മറ്റ് ചില സൈറ്റുകളിലും ഈ സിനിമയുടെ വ്യാജ പതിപ്പ് വന്നു എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഉണ്ടായത്. അതേക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മുരളി ഗോപി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അത് സത്യമെങ്കിൽ അതിൽ നിയമ നടപടി ഉണ്ടാകും, പോലീസിന് പരാതി നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു സിനിമയെ തകർക്കാൻ പല കോണുകളിൽ നിന്ന് ഉള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയുന്ന പ്രമേയം, ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ, നമ്മൾ നേരത്തെയൊക്കെ സിനിമകൾ കണ്ടിട്ടുള്ളതാണ്, പല സിനിമകളും കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന സിനിമകളാണ്. പക്ഷേ സംഘടിതമായി ആ സിനിമയെ ആക്രമിക്കുക, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, മോശം കമൻറ്റുകൾ ഇടുക, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് പലയിടങ്ങളിലായി ഷെയർ ചെയ്യുക, ആ തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു സിനിമ, ഒരു പ്രമേയം ചർച്ച ചെയ്താൽ അത് സ്വാഭാവികമായും വലത് രാഷ്ട്രീയമോ ഇടത് രാഷ്ട്രീയമോ ഒക്കെ പറയുന്ന സിനിമകളാണ് പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ ആ നിലയ്ക്ക് കാണുകയും ആ നിലയ്ക്ക് മറുപടികൾ പറയുകയും ചെയ്യാതെ വ്യാജമായ കാര്യങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ആ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കം, അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ വീണ്ടും പറയുന്നു, ഇത്രയും കോടി രൂപ ചെലവഴിച്ച് നടത്തിയ അല്ലെങ്കിൽ ചിത്രീകരിച്ചൊരു സിനിമ, ലൈക്ക പോലുള്ള ഒരു പ്രൊഡക്ഷനുമായി ചേർന്ന് ആദ്യം ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പോവുകയും പിന്നീട് അവരുമായി മാറുമ്പോൾ ഗോകുലൻ അദ്ദേഹത്തിൻ്റെ ഗോകുലം മൂവീസുമായി ബന്ധപ്പെട്ട് പിന്നീട് ആ സിനിമ അവർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നു. വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്ന ഒരു സിനിമയെ നിഷ്കരണം ഇല്ലാതാക്കി കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായി ഈ വീഡിയോ മാറുകയാണ് കേട്ടോ. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എമ്പുരാൻ സിനിമ തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും നടക്കുന്നത്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട കുടുംബം. ഷഹബാസിന്റെ കൊലപാതകത്തിൽ മുതിർന്നവർക്കുള്ള പങ്ക് അന്വേഷിക്കുക, കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകിയ പ്രേരണ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യം ഉന്നയിച്ചാണ് കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ നമ്മൾ നീതിക്ക് ഓരെയും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ നിവേദനത്തിൽ കൊടുത്തത് അതാണ്. ഇതിൽ പിന്നിൽ ആളുകളുണ്ട്, അതായത് രക്ഷിതാക്കളായ ആളുകളുണ്ട്. പ്രേരണ കുറ്റാണല്ലോ. ഇത് സാധനമൊക്കെ കയ്യിൽ വെച്ച് ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഒരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നീതി കിട്ടും എന്നുള്ളത്. അത് നമ്മൾ ഗവൺമെന്റിലും അതായത് നീതിപീഠത്തിലും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. താമരശ്ശേരിയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെ കുടുംബവും മുഖ്യമന്ത്രിയെ കണ്ടു. അന്വേഷണത്തിൽ പോലീസിനുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്ന് കുടുംബം പ്രതികരിച്ചു. പോലീസിന്റെ അടുത്ത് വീഴ്ചയാണെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമുള്ളതുമാണ്. ആ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ നൽകി ആ കുടുംബത്തെ സങ്കട നിവൃത്തി വരുത്തി തരണമെന്നാണ് പരാതിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരാതിക്ക് അനുസൃതമായി കാര്യമായി ഇടപെടും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച 2 കേസുകൾ, രണ്ടും താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു. പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കൊല്ലപ്പെട്ട ഷഹബാസിൻ്റെയും ഷിബിലിയുടെയും കുടുംബങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിൽ കണ്ട് രണ്ടുപേരും പരാതി അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണമെന്നൊരാവശ്യം 2 കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി നേരിൽ കണ്ട് അവരെന്തൊക്കെ ആ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അനീഷ്? ടോം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ദിവസങ്ങളോളം ചർച്ച ചെയ്ത 2 കേസുകളാണ്. ഈ 2 കേസുകളിലും കൂടുതൽ കാര്യക്ഷമമായ അന്വേഷണം വേണം, നീതി ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ ഇന്ന് ഈ കുടുംബാംഗങ്ങൾ കണ്ടത്. നേരത്തെ തന്നെ ഇവർ മുഖ്യമന്ത്രിയുടെ അനുമതി തേടിയപ്പോൾ കോഴിക്കോട് ഇന്ന് പരിപാടിക്ക് എത്തുമ്പോൾ കാണാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ കുടുംബം, ഈ ഷഹബാസിൻ്റെ കുടുംബം പറഞ്ഞിരുന്നത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ മാത്രമല്ല അതിൽ 2-3 രക്ഷകർത്താക്കളും ഈ കുറ്റകൃത്യത്തിന് കുട്ടികളെ കൂട്ടുനിന്നവരാണ്.
നെഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്ന ഗുണ്ട ആക്ട് പ്രകാരമുള്ള കേസുകളിൽ പ്രതികളായ ആളുകളാണ് മാതാപിതാക്കൾ. അവരാണ് പലപ്പോഴും കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി മാറ്റുകയും ഈ കുട്ടികളെ അക്രമവാസനയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം, അവരിലേക്ക് കൂടി അന്വേഷണം നീട്ടണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ പുറത്ത് നിൽക്കുന്ന ഇത്തരം ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന രക്ഷകർത്താക്കൾ പലപ്പോഴും ഷഹബാസിൻ്റെ പിതാവിനെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ സ്വൈര്യവിഹാരം ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാക്ഷികളെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന സംശയം അവർ കുടുംബം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. എന്തായാലും ആ ആശങ്കകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടത്. ഈ ആശങ്കകളുമായി ബന്ധപ്പെട്ട വിശദമായി തന്നെ പരിശോധന നടത്തും. ഈ ബന്ധപ്പെട്ടവരുമായി ഇക്കാര്യത്തിൽ വിശദീകരണം തേടും. കൃത്യമായ നീതി ഷഹബാസിൻ്റെ കുടുംബത്തിന് നൽകും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയാണ് മടക്കി അയച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തിയാണെങ്കിൽ പോലും കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന ആവശ്യമാണ്. മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം ഇക്ബാൽ ഷഹബാസിൻ്റെ പിതാവ് പറയുകയും ചെയ്യുന്നു. ഇതോട് തന്നെ ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ് ഈങ്ങാപ്പുഴയിൽ നടന്ന ഷിബിലിയുടെ വധവുമായി ബന്ധപ്പെട്ട കേസും. ഈ ഷിബില വധത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പരാതി കൊടുത്തെങ്കിലും അർഹമായ ഒരു ഗൗരവം അല്ലെങ്കിൽ ഒരു പരിഗണന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായില്ല എന്നതാണ്. ഇത് കാട്ടി അവർ വിശദമായ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ റൂറൽ ജില്ലാ പോലീസ് മേധാവി ആ സ്റ്റേഷനിലെ PROയെ സസ്പെൻഡ് ചെയ്തിരുന്നു. PROയ്ക്കാണ് പരാതി ലഭിച്ചത്. പക്ഷേ അദ്ദേഹം അതിന്മേൽ കാര്യമായ നടപടിക്രമങ്ങൾ കൈക്കൊണ്ടില്ല. ഈ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഗുരുതരമായ വീഴ്ച പറ്റി എന്ന് കണ്ടാണ് അത്തരമൊരു നടപടിയെടുത്തത്. പക്ഷേ അദ്ദേഹം PROയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ ഒരു പിഴവ്. സ്റ്റേഷൻ്റെ ചുമതലയുള്ളത് SHOയ്ക്കാണ്. സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടത് SHO ആണ്. ആ SHOയ്ക്കും SIയുടെക്കും പ്രിൻസിപ്പൽ SIക്കും ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യമാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ പ്രധാനമായി ആവശ്യപ്പെട്ടത്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ ഒരു ഒത്താശ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു മൗനം. ഈ പലപ്പോഴും ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഭാര്യയെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഈ പ്രതിക്ക് യാസറിന് കുടുംബം ഒത്താശ ചെയ്തിട്ടുണ്ട്. അച്ഛൻ, അമ്മ എന്നിവർ പൂർണ്ണമായും ഇയാളുടെ ഒപ്പമാണ് ഈ കുട്ടിയുടെ മരണശേഷവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിക്കണം എന്ന ആവശ്യമാണ് ആ ബന്ധുക്കൾ മുന്നോട്ട് വെച്ചത്. അക്കാര്യവും കൃത്യമായി തന്നെ പരിഗണിക്കാം, പരിശോധിക്കാം എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വനിതാ കമ്മീഷനും ഇന്ന് തന്നെ കുടുംബം പരാതി നൽകുന്നുണ്ട്. എന്തായാലും രണ്ട് കുടുംബത്തിനും പറയാനുള്ള കാര്യങ്ങൾ മേഖല കേന്ദ്രീകരിച്ച് ഈ 2025 ശേഷം 2025 തുടങ്ങിയ ശേഷം നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, കൊലപാതകം ഉണ്ടാകുന്നു. അവിടെ ലഹരിയാണ് പ്രധാനപ്പെട്ട വില്ലനായത്. ലഹരി സംഘങ്ങളുടെ ഒരു സജീവ സാന്നിധ്യമുള്ള സ്ഥലമാണ് ഈ താമരശ്ശേരി. അവിടെ പോലീസിൻ്റെ വീഴ്ച അത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ പോലീസിൻ്റെ ഈ താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇങ്ങനെ വീഴ്ച വരുത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടതല്ലേ? ആ രീതിയിലുള്ളൊരു നടപടി ഉണ്ടാകുമോ? അത്തരമൊരു ആവശ്യം ഈ കുടുംബങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? തീർച്ചയായും അത്തരം പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും അതുതന്നെയാണ്. ഈ രണ്ട് കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പോലീസിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടെന്ന് ഇരു കുടുംബങ്ങളും ആരോപിക്കുന്നു. ഇക്ബാൽ അല്ലെങ്കിൽ ഷഹബാസിൻ്റെ കുടുംബം പറയുന്നത് ഈ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്നതാണ്. ഈ മറുവശത്തുള്ളവർ പ്രബലരാണ്. ഈ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകളുണ്ട്, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു തരത്തിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം മറുവശത്ത് നിന്ന് നടക്കുന്നു. മറുവശത്ത് ഈ അതേ രീതിയിൽ തന്നെയാണ് ഈ SHO അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ടൊരു സ്റ്റേഷനിൽ പരാതി ലഭിക്കുമ്പോൾ ലഹരിക്ക് അടിമയാണ് എന്നുള്ള കാര്യമടക്കം അല്ലെങ്കിൽ ലഹരി കൊണ്ട് ഇയാൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളടക്കം പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ട് പോലും ഒരു ഒത്തുതീർപ്പിനെന്ന രീതിയിലേക്ക് പോലീസ് അവരെ വിളിക്കുന്നു. ഈ കുടുംബ പ്രശ്നങ്ങൾ സാധാരണ രീതിയിൽ ഒരു വാക്കുതർക്കമോ അല്ലെങ്കിൽ അത്തരം ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലാണ് ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യതകൾ പോലും അവശേഷിക്കുന്നത്. മറിച്ച് ലഹരിക്ക് അടിമയായ ഒരാൾ ലഹരി ഇടപാടുകൾക്ക് ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളെക്കുറിച്ച് പരാതി നൽകുമ്പോൾ അത് ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ സംഭവം അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇക്കാര്യം ഉണ്ടായില്ല. രണ്ടിടത്തും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയുള്ള പരാതി. ഒരിടത്ത് കേസന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാട്ടുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് ആദ്യം മുതൽ പോലീസിന്റെ നിസ്സംഗത ഉണ്ട് എന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. എന്തായാലും അടുത്തടുത്ത ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. ഒരേ രീതിയിൽ തന്നെ രണ്ട് കുടുംബങ്ങൾക്കും അവരുടെ വിവരം നൽകിയത്. താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെയും
ഭർത്താവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെയും കുടുംബങ്ങളാണ് മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതികൾ ബോധിപ്പിച്ചത്. പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചകളുണ്ടായി. 2 കൊലക്കേസുകളിലും ഒരു കൃത്യമായ ഇടപെടലുണ്ടാകണം. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. കുറ്റക്കാർക്ക് കർശനമായ ശക്തമായ ശിക്ഷ ഉറപ്പാക്കണം എന്ന ആവശ്യങ്ങളാണ് കുടുംബങ്ങൾ ഉന്നയിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.